സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ഒപ്പം ചേരുകയാണ്. മാം, കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത വന്നിരുന്നു. UDF സർക്കാരിന് ആശ്വാസം നൽകി സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ 6610 കോടി രൂപയുടെ വർധന എന്നതാണ് വാർത്ത. അതായത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 9379 കോടിയായിരുന്ന GST വരുമാനം 11778 കോടിയായി വർദ്ധിച്ചു. ഇതോടെ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ തന്നെ സർക്കാർ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലായി. വികസന ചെലവ് കഴിഞ്ഞ വർഷം 3534 കോടി രൂപയായിരുന്നത് ഇത്തവണ ഇരട്ടിയിൽ ഏറെയായതായും, അതായത് 7179 കോടിയായതായുമാണ് അക്കൗണ്ടന്റ് ജനറലിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വരുമാനം വർദ്ധിപ്പിച്ചാലും അതിൽ നല്ലൊരു പങ്ക് മറ്റാവശ്യങ്ങൾക്ക് ചെലവിടുന്നതിനാൽ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്തതായിരുന്നു കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി. ഇതിൽ നിന്ന് വ്യത്യസ്തമായ കണക്കാണ് ഇത്തവണ ആദ്യ പാദത്തിലേത് എന്നൊക്കെയാണ് ഈ വാർത്തയിൽ പറയുന്നത്. പക്ഷേ ഇടത് കേന്ദ്രങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യുകയാണ്. സതീശൻ സർക്കാരുകൾ ചുവടുവെച്ചതിൻ്റെ ഫലമല്ല കേരളത്തിലെ ഈ വികസനം, ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് പിണറായി സർക്കാരുകൾക്കാണ് എന്നാണ്. അതായത് ഇതിനു മുൻപ് ഭരിച്ച 10 വർഷത്തെ പിണറായി ഭരണത്തിനാണ് അവർ ക്രെഡിറ്റ് നൽകുന്നത്. അതിൽ വല്ല സത്യമുണ്ടോ? മിസ്റ്റർ ജമേഷ്, ഇതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷേ പഴയ കാലം മറക്കാതിരുന്നാലേ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റൂ. പഴയ കാലം ഓർമ്മയുണ്ടെങ്കിൽ, സാധാരണ നമ്മുടെയൊക്കെ പഴയ കാലം നമ്മുടെ മനസ്സിലുണ്ടാകുമല്ലോ. ആ പഴയ കാലം ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ LDF നൽകുന്ന വ്യാഖ്യാനം ഇതിന് കൊടുക്കാൻ പറ്റുകയില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് 2025-26 വർഷത്തെ നമുക്ക് ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ഭരണത്തിൽ വന്നിട്ട് 2 മാസമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ മെയ് ജൂൺ മാസങ്ങൾ. ജൂലൈ മാസത്തിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ 2025-26 മെയ് ജൂൺ ജൂലൈ 3 മാസവും കണക്കിലെടുത്തോളൂ. മാസങ്ങളിൽ ആകെ വരുമാനമായിട്ട് കിട്ടിയത്, അതായത് GST വരുമാനമായിട്ട് കിട്ടിയത് 9379 കോടിയായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് അതേ കാലയളവിൽ 2026-27 അതായത് VD സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ഈ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം അത് 11778 കോടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് 6610 കോടിയുടെ വർധനവ്. ഈ 6610 കോടിയുടെ വർധനവ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയല്ല, ഇരട്ടി മധുരത്തിലും അധികമാണെന്ന് ഓർക്കണം. അതായത് 103.14% വർധനവ്. അതായത് ഇരട്ടിയിലും അധികം വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് LDFന് വേണമത്രേ. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ക്രെഡിറ്റ് LDFന് വേണമെന്ന് പറയുന്നത്? എന്തുകൊണ്ട് LDF കഴിഞ്ഞ 10 വർഷങ്ങളിലും അവരിപ്പോൾ വ്യാഖ്യാനിക്കുന്ന, അതായത് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുൻപായിട്ട് GST വരുമാനത്തിലെ GST ഉണ്ടായിരുന്ന പാകപ്പിഴകളൊക്കെ മാറ്റി അത് നന്നായി ശരിയാക്കിയത് കൊണ്ടാണ്, അതിനെ അപ്ഡേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വരുമാനത്തിൽ വർധനവുണ്ടായത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? എനിക്ക് ഓർമ്മയുണ്ട്, ഇവരുടെ ആദ്യത്തെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പിനാക്കി ചക്രവർത്തി ചെയർമാനായിരുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ IGST വരുമാനം പിരിക്കാതിരിക്കുന്നതിൻ്റെ അപാകത, അത് മുഖാന്തരം റവന്യൂ വരുമാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അന്ന് അത് ആദ്യത്തെ പിണറായി വിജയൻ ഗവൺമെൻറ് കാലമാണെന്ന് ഓർക്കണം. ആ സമയത്ത് അതിനെ കറക്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ് സമയത്തും അത് തന്നെയാണ്. നിങ്ങൾ ആ സമയത്തെ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ ഇതാ ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാൽ അവസാനം ഇറക്കിയ ഇന്റീരിയം റിപ്പോർട്ടിൻ്റെ ബജറ്റ് ഇൻ ബ്രീഫാണ് ഞാൻ ഈ എടുത്തു കാണിക്കുന്നത്. ഈ ബജറ്റ് ഇൻ ബ്രീഫ് തന്നെ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇതൊക്കെ വളരെ കൃത്യമായിട്ട്. അതായത് IGSTയുടെ കോളം വെറുതെ കിടക്കുകയാണ്. അതായത് ഇൻ്റർസ്റ്റേറ്റ് GST, അതായത് ഇൻ്റർസ്റ്റേറ്റ് വ്യാപാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ സംസ്ഥാനത്തിനും കിട്ടേണ്ട GST വരുമാനമാണ് IGST ഇതിൽ
പോർട്ടലിൽ അതെങ്കിൽ ആ ഒരു റോയുണ്ട്, ആ ടേബിളിനകത്ത് ഒരു റോയുണ്ട്. ആ റോയിൽ IGST വരുമാനമാണ് കാണിക്കുന്നത്. ആ റോയിലെ എല്ലാ വർഷവും ബ്ലാങ്കായിട്ട് കിടക്കുകയാണ്, അപ്പോഴും IGST വരുമാനം വന്നിട്ടില്ല. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തു എന്ന് പറയുന്നു എങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് നേരത്തെ ആകാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ഇത് കണ്ടുപിടിച്ചില്ല നേരത്തെ? അതുകൊണ്ടല്ലേ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് തന്നെ അപ്പം അത് മാത്രമല്ല, CAG ഇതിപ്പോൾ ഈ പുതിയ വാർത്ത, ഇത് മനോരമ പുറത്തുവിട്ട വാർത്തയല്ല, ഇത് CAG റിപ്പോർട്ടിലെ 2026-27 കാര്യങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പം CAG തന്നെ കഴിഞ്ഞ റിപ്പോർട്ടുകൾ 2010 മുതൽ ഇങ്ങോട്ടുള്ള റിപ്പോർട്ടുകൾ, CAGയുടെ റിപ്പോർട്ടുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാവുന്ന വളരെ കാതലായ പാകപ്പിഴകൾ ഉണ്ടായിരുന്നു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ധനമാനേജ്മെൻറ്റിൽ. എന്തൊക്കെയായിരുന്നു ആ പാകപ്പിഴകൾ? ഏറ്റവും പ്രധാനപ്പെട്ട ധനമാനേജ്മെൻറ്റിലെ പാകപ്പിഴ എന്ന് പറയാൻ വയ്യ. ബഹുമാനപ്പെട്ട മന്ത്രി ബാലഗോപാലിനെ അങ്ങനെ പറഞ്ഞ് ദുഷിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതായത് ഒരു ഭരണപരിഷ്കാര കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തിരുന്നല്ലോ. ആ ഭരണപരിഷ്കാര കമ്മീഷൻ പറഞ്ഞിരുന്നു ഓരോ വകുപ്പുകൾക്കും അവരവരുടെ പണം വകുപ്പിന് അലോട്ട് ചെയ്യുന്ന പണം ചെലവഴിക്കാനായിട്ട് ധനമന്ത്രാലയത്തിൻ്റെ അനുവാദം വാങ്ങേണ്ട കാര്യമില്ല, അവർക്ക് അവരുടേതായ രീതിയിൽ ചെലവഴിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഭരണപരിഷ്കാര കമ്മീഷൻ കൊണ്ടുവന്നത്. പക്ഷേ അത് നടപ്പാക്കാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആണെങ്കിലും ഗവൺമെൻറ് ഓഫ് കേരളയുടെ ആണെങ്കിലും ഒരേ റൂളാണ്, റൂൾ 10. ആ റൂൾ 10 അനുസരിച്ച് ഫിനാൻസ് വകുപ്പിൻ്റെ കൺകറൻസ് ഇല്ലാതെ ഒരു വകുപ്പിനും ഫണ്ട് ചെലവഴിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഭരണപരിഷ്കാര കമ്മീഷൻ അങ്ങനെ ഒരു നിർദ്ദേശം, അതായത് ഫിനാൻസിൻ്റെ താല്പര്യമില്ലാതെ തന്നെ, അനുവാദമില്ലാതെ തന്നെ ഫണ്ട് ചെലവഴിക്കാൻ ഓരോ വകുപ്പിനും അനുവാദം നൽകണമെന്ന് പറഞ്ഞത് തന്നെ ഭരണ വകുപ്പിൻ്റെ, അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലായിരുന്ന പൊതുഭരണ വകുപ്പിൻ്റെ താല്പര്യപ്രകാരമാണ് എന്നാണ് ഇവിടെ പൊതുവെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സർക്കാരിൻ്റെ പൊതുഭരണ വകുപ്പിൻ്റെ താല്പര്യപ്രകാരമാണ് എന്ന് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഭരണപരിഷ്കാര കമ്മീഷനെ നിയന്ത്രിച്ചിരുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ CAG ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്താണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്? ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തിയിരുന്നില്ല. ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തിയാൽ മാത്രമേ ഏതേത് വകുപ്പുകൾ ഫണ്ട് എങ്ങനെ ചെലവഴിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഓരോ വകുപ്പിനും കിട്ടിയ ഫണ്ട് ചെലവഴിച്ചോ, വകുപ്പിന് ഫണ്ട് കിട്ടിയോ, ഇത്തരം കാര്യങ്ങളെല്ലാം CAGയുടെ ഓഡിറ്റ് അല്ല, ഇൻറ്റേർണൽ ഓഡിറ്റ്, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഓഡിറ്റ് വകുപ്പ് ഓഡിറ്റ് ചെയ്ത് വേണം ഇതൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ അതൊന്നും നടന്നിരുന്നില്ല. ഇത് CAG ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഓരോ വർഷവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇൻറ്റേർണൽ ഓഡിറ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഓരോ വകുപ്പും അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുകയില്ല. അപ്പോൾ നികുതി വരുമാനം, നികുതി സമാഹരണം, അതിന് നികുതി വകുപ്പിൻ്റെ തന്നെ വിവിധ മേഖലകൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. ആ കാര്യക്ഷമത നികുതി വകുപ്പ് പോലും കാണിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ GST വരുമാനം, അല്ലാതെ ഇപ്പോൾ പെട്ടെന്നൊരു കുതിച്ചുചാട്ടം GST വരുമാനത്തിലുണ്ടായതല്ല, കാണിച്ചിരുന്നില്ല. ഇനി അതൊക്കെ പോട്ടെ, അതിനേക്കാളൊക്കെ വകമാറ്റി ചെലവഴിക്കൽ, ധൂർത്ത്, ഇത് രണ്ട് കാര്യങ്ങളാണ് CAG വളരെ കർശനമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ വകമാറ്റി ചെലവഴിക്കൽ, ധൂർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നവകേരള സദസ്സിലേക്കൊന്ന് പോകാം, കേരളീയത്തിലേക്കൊന്ന് പോകാം, എൻ്റെ കേരളത്തിലേക്കൊന്ന് പോകാം. അവിടെയൊക്കെ എന്താ സംഭവിച്ചത്? ഉദാഹരണം, കേരളീയം രണ്ടാം പിണറായി ഗവൺമെൻറ് ഭരണത്തിൽ വന്ന ഉടനെ തന്നെയാണ് കേരളീയം മാമാങ്കം നടത്തിയത്. അപ്പോൾ എന്തായിരുന്നു എല്ലാവരുടെയും, അതായത് സെക്രട്ടേറിയറ്റ് മുഴുവനും അടച്ചിട്ടിട്ട് തന്നെ കേരളീയം എന്ന മാമാങ്കത്തിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ശാഠ്യം. ആ ശാഠ്യം പാലിക്കാത്തവരുടെ പേരിലൊക്കെ അച്ചടക്ക നടപടി എടുക്കുമെന്ന് വരെ, അതായത് കുടുംബശ്രീക്കാരെ പോലും തൊഴിലുറപ്പ് പദ്ധതിക്കാരെ പോലും വളരെ കർശനമായിട്ടും കേരളീയം പോലെയുള്ള പ്രോഗ്രാമുകളിലേക്ക് നിർബന്ധമായിട്ടും വരുത്തിയിരുന്നു എന്നോർക്കണം. അപ്പോൾ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ സെക്രട്ടേറിയറ്റ് ഒരാഴ്ച കേരളീയം നടക്കുന്നത് കൊണ്ട് ഒരു വർഷത്തെ നികുതി പിരിവല്ല, ഒരുപാട്
കാര്യക്ഷമതയാണ് വലിയ തോതിൽ ഇടിഞ്ഞു പോകുന്നത്. അങ്ങനെ കാര്യക്ഷമത താഴേക്ക് പോയതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഓരോ ചുവടും വെക്കേണ്ട സമയത്ത് വെക്കണം. അങ്ങനെ ചുവട് വെക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് നികുതി മേഖലകളിലും നികുതിയേതര വരുമാന മേഖലകളിലുമൊക്കെ വലിയ അഴിഞ്ഞാട്ടം നടന്നത്. ഞാൻ ഉദാഹരണം പറയാം. 2025 നാരങ്ങാനം വില്ലേജിലേക്ക് ഒരു പുതിയ ഓഫീസർ ട്രാൻസ്ഫറായി ചെല്ലുന്നു. ആ ഓഫീസർ ട്രാൻസ്ഫറായി ചെന്ന് അപ്പോൾ മാർച്ച് മാസം ആകാൻ പോകുന്നു. മാർച്ചിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം നികുതി എവിടെയൊക്കെയാണ് കുടിശ്ശിക കിടക്കുന്നത് എന്നൊക്കെ നേരത്തെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻറ്റിമേഷൻ കൊടുക്കാൻ വേണ്ടി എടുത്തു നോക്കുമ്പോൾ കുറേ പേരുകളൊക്കെ കാണുന്നു. അപ്പം ഒരു പ്രത്യേക നമ്പറിലേക്ക്, അത് ഒരു മഹാനായ സഖാവായിരുന്നു, അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. താങ്കൾ ഇങ്ങനെ നികുതി കുടിശ്ശിക കിടക്കുകയാണ്, 31-ാം തീയതിക്ക് മുമ്പ് അടയ്ക്കണം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അടച്ചില്ലെങ്കിൽ താൻ എന്തു ചെയ്യും? ഞാൻ ആക്ഷൻ എടുക്കും. ഇദ്ദേഹം വിനീതനായി പറയുന്നു. അപ്പോൾ പറഞ്ഞു, തന്നെ ഞാൻ വെച്ചേക്കില്ല. ആ തരത്തിലാണ് അത് വെച്ചേക്കില്ല എന്ന് പറയുകയല്ല, വെച്ചേക്കില്ലെന്ന് ഉറപ്പാണ്. ആ തരത്തിലായിരുന്നു അയാളുടെ റിയാക്ഷൻ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗത്തു നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കവി, നമ്മുടെ ഒരു കവി രത്നം എന്നോട് പറഞ്ഞു, ടീച്ചറെ അത് ഇൻ്റെ ആളായിരുന്നു കേട്ടോ എന്നും പറഞ്ഞ് ആ എതിർത്ത് സംസാരിച്ചവൻ്റെ, നിന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ ആ മാന്യദേഹത്തിൻ്റെ പേര് എനിക്ക് അദ്ദേഹം അയച്ചു തന്നു. പക്ഷേ ഞാൻ ആ കവിരത്നം ഏത് എന്ന് പറയുന്നില്ല, അയാളുടെ പേരും ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ഈ വാർത്ത അന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അതുകൊണ്ട് അത് മറക്കാത്തവർക്കൊക്കെ ആ പേരും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർമ്മയിൽ വരും. ഏതായാലും ആ തഹസിൽദാർ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോകാൻ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ തന്നെ, അദ്ദേഹം ശ്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ പിടിച്ചു നിർത്തണമെന്ന ഭയം കൊണ്ടായിരുന്നു, താല്പര്യം കൊണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ ഇതുപോലെ അതാണ് നികുതി അടയ്ക്കുന്നതിലുള്ള താല്പര്യം. നികുതി അടയ്ക്കുന്നത് ഓർമ്മപ്പെടുത്തിയവനെ കൊല്ലുമെന്ന് പറയുന്ന തരത്തിലുള്ള സഖാക്കളാണ് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത്. അതുകൊണ്ടാണ് നികുതി വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായത് എന്ന് ഞാൻ കണ്ടു. CPM-ൻ്റെ തന്നെ ഒരു വലിയ ഉയർന്ന നേതാവ് കോട്ടയത്ത് നിന്ന് ഒരു വീഡിയോ പോലെ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും ഗവൺമെൻറ്, അതായത് ഇത് VD സതീശൻ ഗവൺമെൻറ്റിൻ്റെ ഗുണം കൊണ്ടല്ല ഇതൊക്കെ ഈ വരുമാന വർധന ഉണ്ടായത്. ഇത് LDF ഗവൺമെൻറ് കൊണ്ടുവന്ന നിശ്ചയദാർഢ്യത്തിൻ്റെയും മാറ്റങ്ങളുടെയും, അതായത് GST പോർട്ടലിൽ വരുത്തിയ മാറ്റങ്ങളൊക്കെ കാരണം കൊണ്ട്, അതിനെ അപ്ഡേറ്റ് ചെയ്ത് ഒക്കെ കാരണം കൊണ്ടാണ് ഈ മാറ്റങ്ങൾ വന്നത്. ഒരു പക്ഷേ അതിലൊരു ഭാഗം ശരിയായിരിക്കാം. പക്ഷേ അതെന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല? വരുമാനം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് മത്സരിക്കാൻ പോകാതെ അവനവൻ്റെ കൊക്കിലൊതുങ്ങുന്നത് ആകട്ടെ എന്ന് വിചാരിച്ച് ഇത്തരം കർമ്മങ്ങൾ, ഇവിടെ അങ്ങ് ഡിജിറ്റൽ കേരളയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡിജിറ്റൽ കേരളയ്ക്ക് ഈ GST പോർട്ടലിൻ്റെ കുഴപ്പങ്ങളെ പരിഹരിക്കാൻ എന്തുകൊണ്ട് സമയത്ത് സാധിച്ചില്ല? അങ്ങനെ എന്തുകൊണ്ട് വരുമാന സമാഹരണം വർദ്ധിപ്പിച്ചില്ല എന്ന ചോദ്യമാണ് എനിക്ക് എൻ്റെ ആ സുഹൃത്തിനോട് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ, അതായത് GST പോർട്ടലിൽ ഒരുപാട് പാകപ്പിഴകളുണ്ട് എന്ന് ഇതിനകം തന്നെ IT വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ പാകപ്പിഴകളൊക്കെ ശരിയാക്കിയിട്ടുണ്ടാവണം, ഒരു പക്ഷേ ഭാഗികമായിട്ടെങ്കിൽ. പക്ഷേ അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും LDF ഗവൺമെൻറ് കാലത്ത് വരുമാന സമാഹരണത്തിൽ താഴേക്ക് പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുപോലെയുള്ള കേരളീയം പോലെ, നവകേരള സദസ്സ് പോലെ. നവകേരള സദസ്സിന് നമുക്കറിയാം 1,05,00,000 രൂപയുടെ ഒരു ബസ് വാങ്ങിച്ച് പിന്നെ അതിൻ്റെ ഒരുപാട് റിപ്പയറൊക്കെ നടത്തി ഇതൊക്കെ കഴിഞ്ഞ് മന്ത്രിമാരും എല്ലാവരും കൂടി പരിവാര സമേതം പൗരപ്രമുഖരെ കാണാൻ ഇറങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് ഒരു ഗവൺമെൻറ്റിനെ ജനം വോട്ട് ചെയ്ത് ഭരണത്തിൽ കൊണ്ടുവരുന്നത്? പൗരപ്രമുഖരെ ചേർത്ത് പിടിക്കാനല്ല, സർവ്വസാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ആ സർവ്വസാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ, അവർക്ക് ക്ഷേമം ഉറപ്പുവരുത്താൻ. ഈ സാമ്പത്തിക വളർച്ച
അതുപോലെ തന്നെ ക്ഷേമം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച, GDP-യിൽ വർധനവുണ്ടാകുന്നു. ആ GDP-യിൽ ഉണ്ടാകുന്ന വർധനവ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ആ പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ട് അവർക്ക് തൊഴിലായിട്ട്, വരുമാനമായിട്ട്, മറ്റു ക്ഷേമ പ്രവർത്തനങ്ങളായിട്ടൊക്കെ ഈ വരുമാനം ചെല്ലണം. അതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആ വളർച്ചയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ പൗരപ്രമുഖരെ അല്ല സംസ്ഥാന ഗവൺമെൻറ് പോയി കാണേണ്ടത്, സർവ്വസാധാരണക്കാരായ ജനങ്ങളെ കണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തുക. അതാണ് ഉമ്മൻചാണ്ടി UDF ഗവൺമെൻറ് കാലത്ത് ചെയ്തത്. അതുപോലെ ചെയ്യാനല്ല പോയത്. അപ്പോൾ ഇങ്ങനെ പോയി 1,05,00,000 രൂപ വിലയുള്ള ബസ് എടുത്തു. അത് കഴിഞ്ഞിട്ടോ ഇവരുടെയൊക്കെ അകമ്പടി വാഹനങ്ങളും അതുപോലെ പോയി കൂടെ. നമ്മൾ വിചാരിച്ചു അകമ്പടി വാഹനങ്ങളൊന്നും പോകില്ലായിരിക്കും, അപ്പോൾ ആ 1 കോടി രൂപ അങ്ങനെ ലാഭിക്കപ്പെടുമെന്ന്. പക്ഷേ അകമ്പടി വാഹനങ്ങളും പോയി. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വകമാറ്റി ചെലവഴിക്കുക, ധൂർത്ത് നടത്തുക, ഇതെല്ലാം ചെയ്ത് ഒരു കണക്കും കയ്യും ഇല്ലാതിരിക്കുക, കാര്യക്ഷമത താഴേക്ക് മൂക്കുകുത്തുക. അതാണല്ലോ സംഭവിക്കുന്നത്. എല്ലാവരും വന്ന് കേരളീയത്തിനിരിക്കുക, എല്ലാവരും വന്ന് നവകേരള സദസ്സിലിരിക്കുക, എല്ലാവരും എൻ്റെ കേരളം പരിപാടിക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ കാര്യക്ഷമതയ്ക്ക് പാര വയ്ക്കുന്നു. കാര്യക്ഷമത പാടെ ഇല്ലാതെയാകുന്ന, അതായത് അവരുടെ സേവനം പോലും സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ വകുപ്പുകളിലോ അല്ല വേണ്ടത്. ഒക്കെ നമ്മളെ കേൾക്കാൻ, നമ്മൾ പറയുന്ന വിഡ്ഢിത്തങ്ങളൊക്കെ കേൾക്കാൻ, നമുക്ക് കൈയടിക്കാൻ, നമുക്ക് വാഴ്ത്തുപാട്ട് പാടാൻ, ഇതാണ് വേണ്ടത്, ഇതാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് വിചാരിച്ച ഒരു ഗവൺമെൻറ്റാണ് അങ്ങനെ വരുമാനം നഷ്ടപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയോ ഗവൺമെൻറ്റോ അത്തരം ഒരു ഗവൺമെൻറ് അല്ല. അവർ കേരളീയം നടത്തി ലോകശ്രദ്ധയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരല്ല. അവർ പൗരപ്രമുഖരെ കാണാൻ വേണ്ടി കേരളം മുഴുവനും ചുറ്റി സഞ്ചരിക്കുന്നവരല്ല. അവർ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഭരണത്തിലെത്തുന്നതിന് മുൻപേ കൃത്യമായിട്ട് വായിച്ചറിഞ്ഞ്, അതുകൊണ്ടാണ് ശ്രീ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വായ്ത്താരി ഉണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന മുഖ്യമന്ത്രിക്ക് അറിയാം എന്താണ് ജനത്തിന് ആവശ്യമെന്ന്, എങ്ങനെയാണ് അവർക്ക് വേണ്ടി ഭരിക്കേണ്ടതെന്ന്. അങ്ങനെ ഭരിക്കുമ്പോൾ അതായത് സാധാരണ ഭരിച്ചവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രി വ്യത്യസ്തമായ രീതിയിൽ ഭരിക്കുമ്പോൾ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ വലിയ മിടുക്കായിരിക്കും പലർക്കും. കാരണം എങ്ങനെയാണ് അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കുക, അദ്ദേഹത്തിൽ എന്തെങ്കിലും കുറ്റം ചാർത്തുക എന്ന ആഗ്രഹത്തോടു കൂടി മുമ്പോട്ട് കുതിക്കുന്നവരായിരിക്കും പലരും. പാർട്ടിയിൽ തന്നെ കാണാം അത്തരക്കാർ, പാർട്ടിക്ക് വെളിയിലുള്ളവരും അത്തരക്കാർ തന്നെയായിരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും കുലുങ്ങാതെ മുൻപോട്ട് പോകും ശ്രീ VD സതീശൻ എന്ന മുഖ്യമന്ത്രി. കാരണം അദ്ദേഹത്തിന് ഇവിടുത്തെ ജനങ്ങളുടെ പൾസ് അറിയാം, അവർക്ക് എന്താണ് വേണ്ടത് എന്നറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, അതായത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് തന്നെയാണ് ശ്രീ VD സതീശൻ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറയപ്പെട്ട ആദ്യ പാദത്തിലെ വരുമാനത്തിലുണ്ടായ വർധനവ് തീർച്ചയായിട്ടും കാര്യക്ഷമത കൊണ്ടുണ്ടായ വർധനവാണ്. അതായത് അദ്ദേഹം എൻ്റെ കേരളം പരിപാടിയോ കേരളീയം പരിപാടിയോ ഒന്നും നടത്താനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിയായ രീതിയിൽ എല്ലാ വകുപ്പുകളുടെയും ഭരണം മുൻപോട്ട് കൊണ്ടുപോയി കാര്യക്ഷമത വർദ്ധിപ്പിച്ച് കാര്യക്ഷമതയ്ക്ക് മാർക്കിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റുമാണ് നിലവിലുള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ വകുപ്പുകളും ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ വരുമാന വർധനവിൽ കണ്ട ഈ മാറ്റം തുടർന്നു കൊണ്ടുപോകും. അങ്ങനെ തുടർന്നു കൊണ്ടുപോകുമ്പോൾ നാം മറ്റൊരു കേരളത്തെ ആയിരിക്കും 5 വർഷം കഴിയുമ്പോൾ കാണുക. കേരളത്തിൻ്റെ മുഖച്ഛായ അപ്പോഴേക്കും പാടെ മാറിയിട്ടുണ്ടാകും എന്നതിന് യാതൊരു സംശയവും വേണ്ട.